ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ഇന്ന് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഏഷ്യ സെഷനിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരികയും പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ആ സൈഡ് വേസ് മാർക്കറ്റിൽ 30 മിനിറ്റ് ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുകയാണെങ്കിൽ സെൽ സൈഡിലേക്ക് ഒരു ക്രോസിങ് തന്നു, ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ദെൻ ഒരു റീട്രേസ്മെൻറ്റ്, അവിടെ നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ഗോൾഡ് താഴത്തേക്കൊരു നല്ല സെല്ല് തന്നു. സോ ദ സ്ട്രാറ്റജി ഈസ് സിമ്പിൾ. ഗോൾഡ് എപ്പോഴൊക്കെ ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് തരുന്നു, അപ്പോഴൊക്കെ ആ ഒരു സ്ട്രക്ചർ എപ്പോൾ ബ്രേക്ക് ആവുന്നു അവിടെ നിന്ന് ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞാൽ ആ സെയിം സൈഡിലേക്ക് ഗോൾഡ് നല്ലൊരു മൂവ്മെൻറ്റ് തരികയും ചെയ്യും. നമുക്ക് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇവിടെയും കാണാം. ഇന്നലെ ഇവിടെയും 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് വന്നു. അവിടെ നിന്ന് ഗോൾഡ് മീലിലേക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദെൻ ഒരു റീട്രേസ്മെൻറ്റ്, ഒരു 1:5 റിസ്ക് വാർഡിൽ പ്രീവിയസ് ഡേ ഹൈ വരെ ഗോൾഡ് മൂവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് FOMC ന്യൂസ് കാരണം ഗോൾഡ് മാർക്കറ്റ് ക്രാഷ് ആവുന്നത്. ഇപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്നും സെയിം. ഇവിടെ ഗോൾഡ് സെൽ സൈഡിലേക്ക് ക്ലോസ് ചെയ്തു ആൻഡ് ദെൻ ഒരു ബ്യൂട്ടിഫുൾ ട്രേഡ് തന്നു. ഇവിടെ 42.65 ടാർഗറ്റ് വയ്ക്കാൻ കാരണം ഇവിടെ ഇന്നലെ ലിക്വിഡിറ്റി ഇഷ്ടം പോലെ ബാലൻസ് കിടപ്പുണ്ടായിരുന്നു. ഏഷ്യയിൽ ഇവിടെ താഴെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിക്വിഡിറ്റി എന്തായാലും ലണ്ടൻ ഗ്രാബ് ചെയ്യുന്ന ഉറപ്പായിരുന്നു. ബിക്കോസ് ഇന്നലെ ലാസ്റ്റ് വീക്കിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, ഈ മൺഡേ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് യൂഷ്വലി ഒന്നുകൂടെ താഴത്തേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ടാപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ സ്ട്രാറ്റജീസ് പഠിക്കാനായി ഫോളോ ചെയ്യുക.